എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ PSC കേരളയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് 24 ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡേ സ്പാച്ച്. ഓക്കെ, ഇന്ത്യൻ വംശജർ ഏറ്റവും കൂടുതലുള്ള ദ്വീപ് രാഷ്ട്രങ്ങളാണ് മൗറീഷ്യസും ഫിജിയും. ഓക്കെ, ഇന്ത്യൻ വംശജർ ഏറ്റവും കൂടുതലുള്ള ദ്വീപ് രാഷ്ട്രങ്ങളാണ് മൗറീഷ്യസും ഫിജിയും. അടുത്ത നോക്കാം. ഇന്ത്യൻ കറൻസിയിൽ എത്ര ഭാഷയിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്? 17. ഇന്ത്യൻ കറൻസിയിൽ 17 ഭാഷകളിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപകൻ ആരാണ്? PC മഹലനോബിസ്. PC മഹലനോബിസ് ആണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകൻ. ഇന്ത്യൻ ശിക്ഷാ നിയമം നടപ്പിലാക്കിയ വർഷം 1861. ഇന്ത്യൻ ശിക്ഷാ നിയമം നടപ്പിലാക്കിയ വർഷം 1861. ഇന്ത്യൻ കുടുംബാസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് RD കാർവേ. RD കാർവേയാണ് ഇന്ത്യൻ കുടുംബാസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ സിനിമയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. അപ്പോൾ മുംബൈയാണ് ഇന്ത്യൻ സിനിമയുടെ തലസ്ഥാനം എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മൂല്യവർദ്ധിത നികുതി നിലവിൽ വന്ന തീയതിയാണ് 2005 ഏപ്രിൽ 1. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മൂല്യവർദ്ധിത നികുതി നിലവിൽ വന്ന തീയതി 2005 ഏപ്രിൽ 1. ഹോർത്തൂസ് മലബാറിക്കസ് എവിടെ നിന്നുമാണ് ആദ്യമായി അച്ചടിച്ചത്? ആംസ്റ്റർഡാം. ഹോർത്തൂസ് മലബാറിക് എവിടെ നിന്നുമാണ് ആദ്യമായി അച്ചടിച്ചത്? ആംസ്റ്റർഡാം. ഡച്ചുകാരല്ലേ ഈ ഒരു ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയത്. ഓക്കെ, അടുത്ത് നോക്കാം. ഇന്ത്യൻ സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുഖ്യമന്ത്രിയായ വനിതയാണ് മായാവതി. അപ്പം മായാവതിയാണ് ഇന്ത്യൻ സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുഖ്യമന്ത്രിയായ വനിത. ഇന്ത്യൻ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്ന ആദ്യത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ് DMA. DMA എന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്ന ആദ്യത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി. ഇന്ത്യൻ സംസ്ഥാനത്ത് മന്ത്രിയായ ആദ്യ വനിതയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഇന്ത്യൻ സംസ്ഥാനത്ത് മന്ത്രിയായ ആദ്യ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ്. താഷ്കന്റ് കരാർ ഒപ്പുവെച്ച പാക് പ്രസിഡന്റാണ് അയൂബ് ഖാൻ. അയൂബ് ഖാനാണ് താഷ്കന്റ് കരാറുമായിട്ട് ഒപ്പുവെച്ച പാക് പ്രസിഡന്റ്. ഇന്ത്യൻ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായ ആദ്യ ദളിത് വനിതയാണ് മായാവതി. അപ്പോൾ ഇന്ത്യ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായ ആദ്യ ദളിത് വനിത മായാവതി. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ തദ്ദേശീയ ഭാഷകളുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ തദ്ദേശീയ ഭാഷകളുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയത് ഉത്തർപ്രദേശാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത് ഉത്തർപ്രദേശ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിസ്തീർണത്തിൽ കേരളത്തിൻ്റെ സ്ഥാനമാണ് 21. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിസ്തീർണത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? 21. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് മിസോറാം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് മിസോറാം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യയിൽ കേരളത്തിൻ്റെ സ്ഥാനമാണ് 13. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യയിൽ കേരളത്തിൻ്റെ സ്ഥാനം 13. ഇന്ത്യൻ റയർ എർത്ത് എവിടെയാണെന്ന് വെച്ചാൽ ചവറയാണ്. ഇന്ത്യൻ റയർ എർത്ത് ചവറയിലാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ഔദ്യോഗിക ചിഹ്നമാണ് ബോലു. ഇന്ത്യൻ റെയിൽവേയുടെ ഔദ്യോഗിക ചിഹ്നം ബോലു. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിതമായ വർഷം 1920. 1920 റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിതമായ വർഷം. ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ്
പാലക്കാട് ജില്ലയിൽ എവിടെയാണ്? കഞ്ചിക്കോടാണ്. ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് പാലക്കാട് ജില്ലയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ കഞ്ചിക്കോടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ രാജിവെച്ച ഉപപ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ രാജിവെച്ച ഉപപ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ മൊറാർജി ദേശായി. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഫാക്ടറി സ്ഥാപിക്കപ്പെട്ടത് തിരുവനന്തപുരത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഫാക്ടറി സ്ഥാപിക്കപ്പെട്ടത് തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ ജൂതപ്പള്ളി ഏതു സംസ്ഥാനത്ത് നിർമ്മിക്കപ്പെട്ടത്? കേരളത്തിൽ. ഇന്ത്യയിലെ ആദ്യത്തെ ജൂതപ്പള്ളി ഏത് സംസ്ഥാനത്താണ്? കേരളത്തിൽ. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ സർവകലാശാലയാണ് വിജയവാഡ. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ സർവകലാശാല വിജയവാഡ. ഇന്ത്യയിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ പൈലറ്റാണ് JRD ടാറ്റ. ഇന്ത്യയിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ പൈലറ്റ് JRD ടാറ്റ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാലാണ് രാജസ്ഥാൻ കനാൽ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി കനാൽ എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാലാണ് രാജസ്ഥാൻ കനാൽ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി കനാൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഇംഗ്ലീഷ് പത്രമാണ് ടൈംസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള ഇംഗ്ലീഷ് പത്രം ടൈംസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും ഉപ്പ് രസം കൂടിയ തടാകമാണ് സാമ്പാർ തടാകം. ഇന്ത്യയിലെ ഏറ്റവും ഉപ്പ് രസം കൂടിയ തടാകമാണ് സാമ്പാർ. ഇന്ത്യയിലെ വൈസ്രോയിമാരിൽ ഏറ്റവും കൂടുതൽ കാലം പദവി വഹിച്ചത് ലിൽകോ പ്രഭു. ഇന്ത്യയിലെ ഹൈക്കോടതികളിൽ ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ളത് അലഹബാദ് ഹൈക്കോടതിയിലാണ്. ഇന്ത്യയിലെ ഹൈക്കോടതിയിൽ ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ളത് അലഹബാദ് ഹൈക്കോടതിയിൽ. ഇന്ത്യയിലെ ഹൈക്കോടതികളുടെ എണ്ണമാണ് 25. ഇന്ത്യയിലെ ഹൈക്കോടതികളുടെ എണ്ണം 25. ഇന്ത്യയിലെ ടൈഡൽ തുറമുഖം. ഇന്ത്യയിലെ ടൈഡൽ തുറമുഖമാണ് കാണ്ട്ല. ഇന്ത്യയിലെ ടൈഡൽ തുറമുഖം കാണ്ട്ല.